Hello friends, welcome to 𝙑𝙑𝙬𝙬 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം സൂക്ഷിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ മൊബൈൽസും സ്മാർട്ട് ഫോൺസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കുറേ ബ്രാൻഡ് ഉണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ പ്രീമിയം ആയിട്ടുള്ള ഹൈ ഫ്ലാഗ്ഷിപ്പിന് സാധനമുണ്ട്, ഒരു ബഡ്ജറ്റ് ലെവൽ ഫ്ലാഗ്ഷിപ്പിന് സാധനമുണ്ട്, ബഡ്ജറ്റിൽ നോർമൽ ബഡ്ജറ്റും ഒരു ഫോണുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും നമുക്കൊരു എന്താ പറയുക, ഒരു റിപ്പയർ കോസ്റ്റ് നമുക്കൊന്ന് എന്താ പറയുക, നമുക്കൊന്ന് ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ അതൊക്കെ ശരിക്കും വാല്യൂ ഫോർ മണി ആണോ നോക്കി, ഏത് ഫോണാണ് ശരിക്കും വാല്യൂ ഫോർ മണി എന്നൊക്കെ നമുക്ക് നോക്കി അറിയാലോ. ഞാൻ ആക്ച്വലി നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഈ സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ വിളിച്ച് വെച്ചിട്ട് നമ്മളൊരു ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സ്ക്രീനിൽ കാണിക്കാം അത്. അപ്പോൾ നിങ്ങളൊക്കെ ഏതോ ഫോണിൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്പയർ, നമുക്കിപ്പോൾ ഏതെങ്കിലും റിപ്പയർ, ഇപ്പോൾ സ്ക്രീൻ റിപ്പയർ വന്നാൽ, മദർ ബോർഡ് റിപ്പയർ വന്നാൽ നിങ്ങൾക്ക് എത്ര ചാർജ് വരും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ മെയിനായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കുറേ ബ്രാൻഡുകളുടെ ഫോണുകളാണ്, മോഡൽസുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് നമ്മൾ നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കേണ്ട മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലൂടെ തന്നെ, പോലെ തന്നെ ചാനൽ നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വെബ് പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ നോക്കുക. നമ്മളൊരു ഹോം പേജ് പോലെ എല്ലാത്തിൻ്റെയും ടോപ്പ് 5 കാറ്റഗറി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രൈ നോക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മളൊരു നോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക, ഒരു ഹൈ എൻഡ് ഫോണുകളുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഹൈ എൻഡ് ഫോണിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ iPhone 13 ആണ്. അപ്പോൾ iPhone 13 സ്ക്രീനിൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത് 26,000 രൂപയ്ക്കാണ് നമുക്ക് പ്രൈസ് വരുന്നത് നമ്മുടെ പുതിയ സ്ക്രീനിന്. അതേപോലെ iPhone 13 ആണെങ്കിൽ 27,000 ഒക്കെ വരുന്നുണ്ട്. S22 അൾട്രയ്ക്ക് ആണെങ്കിൽ നമുക്ക് 18 വരുന്നുണ്ട്. S22 ആണെങ്കിൽ 11,000. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാത്തിനും ശരിക്കും ഐഫോണിൻ്റെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നതിൽ ഇപ്പോൾ എല്ലാ ബ്രാൻഡും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ആപ്പിൾ ആയാലും സാംസങ് ആയാലും അതുപോലെ തന്നെ IQQ ആയാലും OnePlus 10 Pro ആയാലും OnePlus 10 Pro ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് സ്ക്രീനിന് 24,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ Vivo X80 Pro ആയാലും എല്ലാം 20ൻ്റെ മുകളിലൊക്കെയാണ്. ഷോമിയുടെ വരെ 12 Proയ്ക്ക് വരെ 24,000 ഒക്കെയാണ് കോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ഫോൺ പ്രൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഒരു റേഷ്യോ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഐഫോൺ തന്നെയാണ്. പിന്നെ ഏറ്റവും കുറവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാംസങ്ങിനാണ് വരുന്നത്. അൾട്രയ്ക്കും S22-ക്കൊക്കെ ശരിക്കും 20ൻ്റെ താഴെ, S20-ക്ക് ശരിക്കും 11 രൂപ വരുന്നുള്ളൂ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ G2 Pro-നായാലും 16 റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു വാല്യൂ ഫോർ റിപ്പയർ പ്രൈസ് വരുന്നത് ഇതിനൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇനി ബാക്ക് ഗ്ലാസിൻ്റെ കാര്യം ഞാൻ കൊടുത്തി കാണിച്ചാൽ, ബ്ലാക്ക് ഗ്ലാസിൻ്റെ കാര്യം നോക്കിയാൽ അതും ഐഫോൺ കത്തിയാണ്. കത്തി എന്ന് പറഞ്ഞ പോലെ വൺ കത്തിയാണ്, ബ്ലേഡിൻ്റെ അപ്പുറമാണ്. എന്താ വെച്ചാൽ iPhone 13 Proൻ്റെ ബാക്ക് ഗ്ലാസ് വരുന്നത് 40,000 രൂപയാണ് പറയുന്നത്. നമ്മുടെ അതിൻ്റെ ഫോൺ പ്രൈസ് വരുന്നത് 1,20,000 അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക 50% ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ iPhone 13 കാര്യം പറയുകയാണെങ്കിൽ 32,000 രൂപ വരും. പിന്നെ S22 Ultra ആണെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് വരുന്നത് ബാക്കി എല്ലാ ആൻഡ്രോയിഡ് ഫോണുകൾക്കും കുറവാണ് കേട്ടോ. ഐഫോൺ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്. S22 Ultraയ്ക്കൊക്കെ 3,800 വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. OnePlus ആയാലും 3,500 റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിലും നമ്മുടെ ഐഫോൺ കത്തി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഒരു ബഡ്ജറ്റ് ലെവലായിട്ടുള്ള ഫോണുകളാണ്. അതായത് ബഡ്ജറ്റ് ഫ്ലാഗ്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു 30-40 റേഞ്ചിൽ വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. അതും ഓൾമോസ്റ്റ് ബാക്ക് ഗ്ലാസിൻ്റെ റേറ്റ് വരുന്നത് 3,200, 6,000 ആ റേഞ്ചിലൊക്കെയാണ്. ഷവമി 11T Proയ്ക്ക് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിരിക്കുന്നത് ഒരു 6,000 രൂപയ്ക്ക് കോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ OnePlus 9RTക്ക് 2,900 വരുന്നുള്ളൂ. സാംസങ്ങിന് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് സാംസങ് A73ക്ക് വന്നിരിക്കുന്നത് 1,500 റേഞ്ചിലേ വന്നിട്ടുള്ളൂ. അതും ഒരു നല്ല സാംസങ്ങിന് ഏറ്റവും കുറഞ്ഞു വന്നിരിക്കുന്നത് റിപ്പയർ കോസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അതിലും കുറഞ്ഞ മോഡൽസ് നമുക്ക് വന്നിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ OnePlus Note 2-നൊക്കെ 7,000 വന്നിരിക്കുന്നത് നമ്മുടെ സ്ക്രീൻ പ്രൈസ് വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ Realme 9 Pro'നൊക്കെ 6,000 റേഞ്ച് വന്നിട്ടുണ്ട്. IQQ Neo 6-നാണെങ്കിൽ 6,000, സാംസങ് 5,500. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മോട്ടോനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിന് ഏറ്റവും കുറവ് വരുന്നത് കേട്ടോ, മോട്ടോനും അതുപോലെ തന്നെ മീൻ്റെയും. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഒഫീഷ്യലായിട്ട് ബാക്ക് ഗ്ലാസിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2,000-3,000 റേഞ്ചിലൊക്കെ വരുന്നത്. ശരിക്കും ഓട്ടോ എഡ്ജ് 30 നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. അതുപോലെ തന്നെ ഗാലക്സി M33 നമുക്കത് പിന്നെ ബാക്ക് ഗ്ലാസ് അല്ല, എല്ലാം പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൈസ് ഞാൻ കൊടുക്കുന്നില്ല.
OnePlus Note 2 2600, 11T ഹൈപ്പർ ചാർജിനൊക്കെ 2200 റേഞ്ചിലൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ വരുന്നത്. ഏറ്റവും കുറഞ്ഞ് വരുന്നത് നമ്മുടെ റിയൽമി 9 Pro ആണ്. 1000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മദർ ബോർഡിൻ്റെ പ്രൈസ് കൂടി നോക്കി നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിലൊക്കെ കാണുന്നതായിരിക്കും. ഗാലക്സി M53ക്ക് 18000 രൂപയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ വിവോ F21 Proനൊക്കെ ആണെങ്കിൽ 10000, IQQ Neo 6 ഏറ്റവും കൂടുതൽ 21000 വരുന്നുണ്ട്. അപ്പോൾ ഫോണിൻ്റെ ഓൾമോസ്റ്റ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ പുതിയ ഫോൺ വാങ്ങിക്കാൻ നല്ലത്. OnePlusൻ്റെ Note 2 നമുക്ക് 20000 വരുന്നുണ്ട്. 28000 രൂപയ്ക്ക് പുതിയ ഫോൺ കിട്ടും. അപ്പോൾ അതൊക്കെ ഭയങ്കര കൂടുതലാണ്. മദർ ബോർഡിനൊക്കെ ഭയങ്കര പ്രൈസ് കൂടുതലാണ്. നിങ്ങൾ റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ പൊക്കോൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മദർ ബോർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മദർ ബോർഡ് അടിച്ചു പോവുക. അപ്പോൾ ഇതാണ് സംഭവം. ഭയങ്കര കൂടുതലാണ്. ഒപ്പോൻ്റെയും അല്ല ഷോമിയുടെയും എല്ലാം കണക്ക് തന്നെ. ഷോമിയുടെയും പൊക്കോൻ്റെ ഒക്കെ നല്ല കൂടുതലാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 75% 80% ഫോണിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. അതിലും കുറഞ്ഞ നമ്മുടെ IQQ Z6 ഏറ്റവും കുറഞ്ഞ് വരുന്നത്. നമ്മുടെ സ്ക്രീൻ പ്രൈസ് 3500 റേഞ്ച് വരുന്നുണ്ട്. ഒപ്പോ K10 ഒക്കെ ആണെങ്കിൽ 4200 വരുന്നുണ്ട്. ഗാലക്സി M Series 33 ആണെങ്കിൽ നമുക്ക് 4600 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ഡീറ്റെയിൽസ് ഓൾറെഡി ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തത് മദർ ബോർഡാണ് ഈ ഫോണുകളുടെ പ്രൈസുകളുടെ. അതും നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഒരു റേറ്റിംഗ് കുറഞ്ഞ് വരുന്നത് നമുക്കൊരു 7300 നമുക്ക് IQQ Z6 നമുക്ക് മദർ ബോർഡ് പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടിയായിരിക്കും. മദർ ബോർഡിനൊക്കെ നല്ല പ്രൈസ് ശരിക്കും എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആപ്പിളും കാര്യങ്ങളൊക്കെ തന്നെ പറയും വേണ്ട. ബാക്കി ആപ്പിൾ മാത്രമല്ല കണക്കാണ്. ഇതിൽ നമുക്കൊരു ബിഗ്ഗസ്റ്റ് നമുക്ക് എല്ലാത്തിനും കൂടി നോക്കിയിട്ട് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത് നമുക്ക് പോയിന്റ്സ് പറഞ്ഞാൽ സ്പെയർ പാർട്സ് എല്ലാത്തിനും എക്സ്പെൻസീവ് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലാഗ്ഷിപ്പിനായാലും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മുടെ സാംസങ്ങിൻ്റെ സ്പെയർ പാർട്സിനും അതുപോലെ സർവീസിനൊക്കെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. പോരാതെ ചില കമ്പനികൾ ഇതിൽ എക്സ്ട്രാ നമുക്ക് ലേബർ ചാർജും കാര്യങ്ങളും പിടിക്കുന്നുണ്ട്. വേറെ കാര്യം. പിന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷയോമി വൺ പ്ലസ് ആണ് ഏറ്റവും കൂടുതൽ സ്പെയർ പാർട്സിന് കാശ് വരുന്നത്. അപ്പോൾ OnePlus ഫോൺ ഷയോമിക്കുണ്ടെങ്കിൽ നോക്കാം. എൻ്റെ OnePlus ആണ്. അപ്പോൾ നെൽത്തിട്ടാണ് നോക്കുക. അതുപോലെ തന്നെ നല്ല കേസോ അതുപോലെ തന്നെ ടെമ്പർ ഗ്ലാസ്സൊക്കെ ഉപയോഗിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എൻ്റെ സർവീസ് ചാർജും കാര്യങ്ങളുള്ള എൻ്റെ സ്പെയർ പാർട്സിൻ്റെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വരിക്കുന്നു. എന്തെങ്കിലും സംശയിക്കാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നേരത്തെ വീഡിയോ കാണാം. ബൈ.